എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കല്യാണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ മാട്രിമോണി പോലുള്ള ഉഡായിപ്പ് കേസുകൾ വളരെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബ്രോക്കർമാർ കുറേ പറ്റിക്കണ പ്രസ്ഥാനങ്ങൾ ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ വെറും ഉഡായിപ്പ് കേസുകൾ തന്നെയാണ്. ഇതൊക്കെ ശരിക്കും കെട്ടിയിട്ട് തല്ലേണ്ട കാലം അതിക്രമിച്ചു. ഈ നാറികളുടെയൊക്കെ വിചാരം ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കന്മാരാണെന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ പൈസ പിഴിഞ്ഞ് ഒരു ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് പേര്, ഈ ബ്രോക്കർമാരായാലും മാട്രിമോണിക്കാരായാലും ശരി, കുറച്ച് പേര് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ നല്ലതുമുണ്ട്, ചീത്ത കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ പ്രയാസം തന്നെയാണ്. ഇവന്മാർ ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് പൈസ മേടിച്ച് പോകും. 500 ആയിട്ടും 1000 ആയിട്ടും 2000 ആയിട്ടും, എന്നിട്ട് തിരിഞ്ഞു നോക്കുപോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. അങ്ങനെ ഓരോരുത്തരും പറ്റിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ശരി, നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഓരോ മെസ്സേജും കാര്യങ്ങളും. ഇത്ര കുറിപ്പ് അയച്ചു തരാം, 1000 ഉറുപ്പ്യ തന്നാൽ മതി, 2000 ഉറുപ്പ്യ തന്നാൽ മതി എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങൾ. വാലും മൂടും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇമാതിരി നാറികളെ കെട്ടിയിട്ട് തല്ലുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാല്ല. ഇങ്ങനെയുള്ള ഉഡായിപ്പുകളെ തിരിച്ചറിയുക. 100%-ൽ 75% ഇങ്ങനെയുള്ള കേസുകൾ തന്നെയാണ്. ബാക്കി 25% മാത്രമാണ് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നവരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലെ പോയിട്ട് ചതിയിൽ പെടാതിരിക്കുക. എനിക്ക് കുറച്ച് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.